darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands. Tonight I'll carry everyone. I'll be your hideaway, somewhere you can't escape, a shelter where you'll be safe. Just slow down. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ വിവാഹ കൂദാശ ആരംഭിക്കും. ശുശ്രൂഷ പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമായ ഞങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധപ്പെടാതെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പ്രസിദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പ്രസിദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പ്രസിദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പ്രസിദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും ദൈവത്തിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ തരണമേ. രണ്ട് ലോകങ്ങളിലും നിന്നോടുകൂടെ ഞങ്ങളുടെ നിന്റെ കരുണ ഞങ്ങളുടെ മനസ്സാക്ഷിമായ ചെയ്യണമേ. ഞങ്ങളുടെ മണവാട്ടി സാക്ഷിയുമായി തീരണമേ. നിന്റെ പരിധിപ്പെടുത്തിട്ടുള്ളവരായ സകലശിഷ്യന്മാരുടെ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിലേക്കുമാറാകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ വെളിവാക്കണമേ. എന്റെ പാപങ്ങൾ നേരിയിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നതിന് മുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ വിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ
എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവ് ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തെ രഹസ്യങ്ങളിൽ നീ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങളെ തെളിയിക്കണമേ. ഞാൻ വെളിവാക്കപ്പെടും, അതിനായി എന്നെ പെൺമയാകണമേ. കുറച്ച് മതിയേക്കാൾ ഞാൻ പെൺമയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. ദൈവമേ, വെളിപ്പുലർത്തികളെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ളതായി എന്നെ ഉള്ളതാക്കണമേ. നിന്റെ ദിനത്തിൽ നിന്ന് കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിൽ നിന്ന് വെട്ടുകയും വരുതേ. എന്നാലും അതിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ക്രമക്കാരന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ വിശുദ്ധമായ ദൈവമേ, രക്തത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാമത്തിന്റെ നീതി സ്നേഹിക്കും. കർത്താവേ, എന്നെ അതിർത്തി നിർക്കണമേ. എന്റെ വായത്തിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലുതാഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ വിശുദ്ധാത്മാവിനോട് രക്ഷ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികൾ ഹോമബലികൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാലുകൾ ബലിയായി കരയണം. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പാടുമോ ഗോലം ബാദാവൽ ഗോലം കൊൽവീരാവേ. ധന്യൻ വിൺമൺവാസികളെ സന്തോഷിപ്പിച്ചു. കരുണുക കരുണാത്തെ മശീഹാ സന്തോഷം. ോതിരവരുടെ തിരുസഭയെ മശീഹാ വീണ്ടപ്പോൾ പരിപാവന കരുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും. പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തൊക്കെയുള്ള ഐക്യമത്യം ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. പാറയ്ക്കുമോ ഹോശോ ചെയ്യും. ചാരമുഖി പാരം നീ ശ്ലാഘിക്കും.
നാഥൻ പതിനായിരം പതിനൊന്നവനാം പൂങ്കാവാണിസരായി ശുദ്ധൻ യാക്കോബില്ലതയിൽ തൈലത്തിൽ മൃദുലനോദ്ധാരകിൽ പാതിരിവൻ ദൈവസനം വിശ്രുതനാമിവനെ താഴ്വേണം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പോഴ്ചയും അനുവാദ നല്ല ഉന്നതിയും നിത്യമോടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവിടെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിഭാവനം ചെയ്യുകയും ചെയ്ത് താൻ തന്നെ അവൾക്ക് അവരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ നാശത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും പൗരവനും അനാദന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും മതേതനുമാകും. തന്റെ സൃഷ്ടിയെ അനുഗ്രഹിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തുവെന്ന് നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്തത്തിൽ നീ അനുഗ്രഹം നൽകുകയും പരിമളാസനമുള്ള ദൈവമോട് അതിനെ നിരക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് ഉറുവരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് അവധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാദിച്ചയും ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണനും മനമുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകലമാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാറിയിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷം വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഹമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോട് വരാനിരിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാൽ സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോട് നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാൽ നിന്നിടപെടാൻ നിന്നെയും നിന്റെ
പിതാവിനെയും വിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോൻ ഹോഷോ അബ്ദുൽ സുബ്ഹാൻ ലവൽമിൻ. പരിഹാരവും പാപങ്ങൾക്കാമോദനവും രണ്ട് ലോകങ്ങളിൽ ഒന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പരിപാവന സഭയിൽ വാനോർക്കാത്തിൽ വീണ്ടൊരു നേരം വീടിൻ ഭരണം ശീമോനി കൽപ്പിച്ചാൽ വിലയേറിയിടും ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാരക്കുമോ പോലം വാനാകുൽ പോലം പൊൽമീരാമേ അവരതി മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ആരും വാനുമഴിഞ്ഞാലും വ്രതനിഷ്ഠയെപ്പെടുക്കുമുള്ള ആത്മാക്കളെ തനിക്കായി വാദിച്ചുകയും ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായിട്ടുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാദിച്ചുകയും ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്ത് തന്നെ മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാവുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യങ്ങളുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുൽ സ്ബാൻ ലവൽമീൻ. കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോദനത്തോടു കൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്തെ ദൃശ്യമായി നിന്നിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്ന് പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ അബ്ദുൽ സ്ബാൻ ലവൽമീൻ.
സഭയുടെ സന്തോഷത്തെ തന്റെ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഒരു ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സുഖിയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിഭാഗതയാൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരം കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിക്കുന്നതിനുകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. അവരുടെ അന്യോന്യ ബന്ധവും ചാർച്ചയും നല്ല പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് അവർ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫലങ്ങളായ ശ്മശാന പൂക്കളേക്കാൾ സൗരഭമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളെന്നവരെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇതിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനൻ പാപങ്ങളുമാകുന്ന ദാസനാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുന്നതിനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുന്നതിനും കൃപ നൽകണമേ. ഈ വിരുദ്ധനായി ഒരുക്കി വന്നിരിക്കുന്നവർക്ക് അതിൻ്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. എൻ്റെ വിജയശ്രീമായ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായി ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങളുടെ പരിശ്രമത്തിന് 30, 60, 100 ഇരട്ടിയായ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ ഭർത്താവിന്റെ ശ്രീവാരാവും പകരം നമ്മളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്റെ എല്ലാവിധ സൈന്യങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് ഒന്നായിത്തീരുന്ന ദിവ്യമായ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. വിവാഹത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ബാഹ്യമായി നോക്കിയാൽ മനസ്സിലാകുകയില്ലെങ്കിലും ആന്തരികമായി രണ്ട് ഹൃദയങ്ങളും പരസ്പരം ബന്ധിതരായി സ്നേഹാഗ്നിയിൽ ഒഴുക്കപ്പെട്ട് ഒന്നായിത്തീരുന്ന ഒരു വലിയ ദിവ്യമായ ശുശ്രൂഷയാണ്. ബാഹ്യമായി ഇവർ രണ്ടായിട്ട് നിൽക്കുന്നെങ്കിലും ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അവർ ഒന്നായിത്തീരുകയാണ്. ഇനിയുള്ള എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും
വ്യാപാരങ്ങളും എല്ലാം ഒന്നായി ചിന്തിച്ച് ക്രമീകരിച്ച് നടത്തത്തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അവർക്ക് ഒന്നിച്ച് ജീവിക്കാം. എന്നാൽ സഭയുടെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ഇവിടെ ഉള്ള വലിയ ദൈവ സംഘത്തിൻ്റെ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം ഫലമേൽക്കുമ്പോൾ അതിനൊരു വലിയ അനുഗ്രഹമുണ്ട്, ഒരു വലിയ സന്തോഷമുണ്ട്. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അത് സന്തോഷത്തിലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ മാത്രമല്ല, സന്താപത്തിലും രോഗത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും എല്ലാം ഒന്നിച്ചു നിന്ന് അതിനെ നേരിടുവാനായിട്ടുള്ള ഒരു വലിയ വിളിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വൈദികർക്ക് വൈദിക ശുശ്രൂഷയിലേക്കുള്ള വിളി ലഭിക്കുന്നത് പോലെ തന്നെ അതിന് സമാനമായൊരു വിളിയാണ് ഉപജീവിതത്തിലേക്കുള്ള വിളി. ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം നേരിടുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ ഭദ്രത ലംഘിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. പണ്ട് ഒരു വീടിൻ്റെ 4 അതിരുകളിൽ നമുക്ക് വേലി കെട്ടി മതിൽ കെട്ടി ഗേറ്റൊക്കെ ഇട്ട് സംരക്ഷിക്കാമെങ്കിൽ ഇന്ന് നമ്മുടെ ഭവനങ്ങളും മുറികളും ഹൃദയങ്ങളും ഒന്നും നമുക്ക് സുരക്ഷിതമായി സൂക്ഷിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വലിയ സാന്നിധ്യങ്ങളും അതുപോലെ തന്നെ പ്രലോഭനങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, ജീവിതചര്യകളിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ വളരെ ബുദ്ധിയായി വേണ്ടത് തിരഞ്ഞെടുത്ത് ഈ കുടുംബജീവിതത്തെ ധന്യമാക്കുവാനായിട്ടാണ് ഈ മക്കൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കുവാനും ഈ ശുശ്രൂഷയിലുടനീളം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആത്മീയ വ്യാപാരത്തിലൂടെ ലാഭം നേടുവാൻ സൽക്രിയാവുന്ന സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ലോകത്തിലെ സമ്പാദ്യം വർദ്ധിക്കുവാൻ നമ്മൾ അധ്വാനിക്കാറുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തുന്നത് സൽക്രിയാവുന്ന സമ്പാദ്യം കൊണ്ട് വർദ്ധിക്കുക. ആ സമ്പാദ്യമാണ് നിങ്ങളുടെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും ആധാരമായിരിക്കേണ്ടത്, അടിസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് സമ്പാദിക്കുന്ന സക്രിയാവുന്ന സമ്പാദ്യം അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുമാനമാകുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിലും പരിമിതികളിലും ഒക്കെ വളർത്തപ്പെട്ട ഈ മക്കൾ ഇന്ന് കുടുംബത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അത് പടിപടിയായി വളർന്നു വരുന്നൊരു സ്വഭാവ വളർച്ച ദമ്പതികൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹിതരുമൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോതിരവാളിൻ്റെ ശുശ്രൂഷയിലൂടെ അവർ ഭവനത്തിലെടുത്ത തീരുമാനത്തെ സഭാതലത്തിൽ അംഗീകരിച്ച് അവരെ മണവാളനും മണവാട്ടിയുമായി വേർതിരിച്ച് ആ ദിവ്യമായ അനുഗ്രഹത്തിന് അവരെ ഒരുക്കുന്ന ശുശ്രൂഷയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ സ്വർഗത്തിൽ നിന്ന് കിരീടങ്ങൾ ആശീർവദിച്ച് ഈ മണവാളിനെയും മണവാട്ടിയെയും ധരിപ്പിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും അബ്രഹാമും ഇസ്ഹാഖും യാക്കോബും യൗസേപ്പും ഒക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ നിർമ്മിച്ച് പിൻതലമുറ അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചതുപോലെ അവരെ അനുഗ്രഹിച്ചവനായ ദൈവം ഇന്ന് നിങ്ങളെയും എഴുന്നള്ളി വന്ന് അനുഗ്രഹിച്ച് നിങ്ങളെ പരസ്പരം യോജിപ്പിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. നമ്മൾ ബുദ്ധിപരമായ ഒരുപാട് ആലോചനകളും പരിശ്രമങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവം ആന്തരികമായി ഈ വിവാഹത്തെ ആശീർവദിക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ആ വിധത്തിൽ ഉയർത്തുവാനും ആ വിധത്തിൽ ചേർത്ത് നിർത്തുവാനും ദൈവം ഇവിടെ എഴുന്നള്ളി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സ്വയം വിനയപ്പെടുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയും. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ക്രമീകരിക്കാറുണ്ട്. എന്നാൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ്. വിശ്വകുമാരെ അനുഭവിച്ച് വിവാഹ ജീവിതത്തിൻ്റെ
വലിയ പഴയ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറി ആഘോഷങ്ങളുടെ നിർമ്മിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മണവാളിനും മണവാട്ടിക്കൊക്കെ ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഒരു കട മുഴുവനും മേടിക്കത്തക്ക വിധത്തിലുള്ള ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് നിർവഹിക്കുന്നത്. എന്നാൽ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ദൈവം അതിന് കേന്ദ്രമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ 3 തരത്തിലുള്ള ടേബിളുകളുണ്ട്. ഒന്നാമത്തെ ടേബിൾ നമുക്കൊക്കെ പരിചയമുള്ള ഡൈനിങ് ടേബിളാണ്. ഭക്ഷണം കഴിക്കുവാനായിട്ട് വിളിച്ചു പോകുന്നു. ചില ഭവനങ്ങൾ ആ ടേബിൾ മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിന് വരുമ്പോഴേ ആളുകളെ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒന്നിച്ച് ഭക്ഷിക്കുക, അവിടെ സന്തോഷിക്കുക. രണ്ടാമത്തെ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു ടേബിളാണ്. നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്ന, നമ്മുടെ പേഴ്സൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ടേബിൾ. ആ ടേബിൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കും. അത് ഭംഗിയാകും. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല, എല്ലാവർക്കും അറിയാവുന്നു. മൂന്നാമതൊരു ടേബിളുണ്ട്. അതാണ് ഡിവൈൻ ടേബിൾ. നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നിച്ചു കൂടുന്ന, വേദപുസ്തകം വായിക്കുന്ന, നിങ്ങൾ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മേശയുണ്ട്. അത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദേവാലയത്തിലുണ്ട്, നമ്മുടെ ഭവനത്തിലും ആ വിധത്തിലുണ്ട്. ഈ 3 ടേബിളും ഒരേപോലെയുള്ള പ്രാധാന്യത്തോടുകൂടി പരസ്പര സമ്മിശ്രിതമായി അതിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകും. ചിലർ അവരുടെ പേഴ്സണൽ ടേബിളിന് വളരെ പ്രാധാന്യം കൊടുക്കും. ജോലി കാര്യങ്ങൾ, സമ്പാദ്യങ്ങൾ, അതിനുവേണ്ടി മറ്റെല്ലാം തിരിച്ചുകൊണ്ട് പരാക്രമം നടത്തും. ചിലർ ഭക്ഷണ കാര്യങ്ങൾ തൽപരരാണ്. എപ്പോഴും അവിടെ അഭിരമിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ ചിലർ ഭക്തിമൂത്ത് അതിൽ തന്നെ അത് ഡിവൈൻ ടേബിൾ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുടുംബജീവിതത്തിൽ ഇത് 3 ആവശ്യമാണ്. അധ്വാനം ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, അതിനെയൊക്കെ ധന്യമാകുന്ന പ്രാർത്ഥനയും ആവശ്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മുമ്പേ അവന് രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ ആത്മീയമായ അനുഗ്രഹങ്ങളും അത് മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സ്നേഹിതന്മാരിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് ആലോചന ചോദിക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഞാനിത് ചെയ്യുന്നത് ശരിയാണോ? ഞാനിത് കഴിക്കുന്നത് ശരിയാണോ? ഞാനിവിടെ പോകുന്നത് ശരിയാണോ? ഈ ബന്ധം എന്നെ ശക്തിപ്പെടുത്തുന്നതാണോ എന്ന് ഓരോ ബന്ധങ്ങളിലും ഓരോ അവസരങ്ങളിലും ചോദിക്കുകയും അത് ദൈവത്തോട് ആലോചന ചോദിച്ച് ആ കുടുംബജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷയിലൂടെ അവരെ ഒന്നാക്കി തീർക്കുകയാണ്. അത് ആവർത്തിക്കുന്ന ശുശ്രൂഷയല്ല, അത് ഒരിക്കലായി അവരെ പരമേൽപ്പിക്കുന്ന ദൗത്യമാണ്. അത് മരണം വരെ തുടരുന്നതല്ല, അതിനുശേഷവും തുടരുന്ന ഒന്നാണ്. ഇനി ഇവർക്കുണ്ടാകാൻ പോകുന്ന മക്കളും കൊച്ചുമക്കളും ഇനിയും വരുന്ന എല്ലാ തലമുറയുടെയും കേന്ദ്രമായി നിൽക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ബന്ധം മൂലം 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നായി തീരുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് 2 കുടുംബങ്ങളെ യോജിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനമുള്ള 1ാമത്തെ കൽപ്പനയാണ്. അത് ഇന്ന് പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ്. അവരുടെ ജോലിത്തിരക്കിൽ, അവരുടെ ജീവിത സന്ധാരണത്തിൻ്റെ പങ്കപ്പാടിൽ മാതാപിതാക്കളെ പലപ്പോഴും മറന്നുപോകുന്നു. വാർദ്ധക്യത്തിലാകുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ മറ്റു പലരെയുമൊക്കെ പരമേൽപ്പിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അവരെ സ്നേഹിക്കുക, കരുതുക, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, അതാണ് നമ്മുടെ ആയുസ്സിൻ്റെ അടിസ്ഥാനം. അതാണ് പഴയ നിയമത്തിൽ മാറ്റമില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു നിയമമാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങളുണ്ടാകുക. ആയതുകൊണ്ട് ഇന്ന് രൂപപ്പെടുന്ന ഈ പുതിയ കുടുംബം എല്ലാ വിധത്തിലും ധന്യമായി തീരുവാൻ മാതാപിതാക്കളുടെ ഇവിടെ വന്നു കൂടിയിരിക്കുന്ന വൈദിക സഹോദരങ്ങളുടെ, സ്നേഹിതരുടെ, സഹപാഠികളുടെ എല്ലാ നാമത്തിലുള്ള എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് രൂപപ്പെടുന്ന ഈ കുടുംബം അനുഗ്രഹമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറച്ച്
ഞങ്ങളുടെ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും നാമത്തിലുള്ള എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. നമുക്ക് രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും